എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പ്രോൺസ് വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പ്രോൺസ് ഫ്രൈഡ് റൈസ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ചെമ്മീൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത ശേഷമുള്ള ചെമ്മീനാണിത്. ഇത് 1/2 കിലോ ആണ് വരുന്നത്. ഇത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഇതിൻ്റെ ഈ നടുഭാഗത്തായിട്ട് ഒരു നാരൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ എടുത്തു മാറ്റിയതാണ്. ഇത് കുറച്ച് വലിയൊരു ചെമ്മീനായതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. ചെറിയ ചെമ്മീനാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പ്രോൺസിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസുമതി റൈസ് തലേന്ന് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ്. 1.5 കപ്പ് ബസുമതി റൈസ് ഒരു 4 കപ്പ് വെള്ളത്തിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെതാ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ടിട്ടുള്ള റൈസ് തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേന്ന് തന്നെ വേവിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തലേന്ന് തന്നെ റൈസൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലിലോ ആണ് നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കേണ്ടത്. വെളിച്ചെണ്ണ തയ്യാറാക്കാൻ പാടില്ല. വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും കൂടി ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് അല്ലെങ്കിൽ വരുള്ളൂ. അതിനകത്ത് എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഒന്ന് ഇളക്കി ഒന്ന് എടുത്താൽ മതി. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറുവശത്തേക്കൊന്ന് തിരിച്ചിടാം. അങ്ങനത്തെ നമ്മുടെ പ്രോൺസൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം. അതേ പാനിലേക്ക് നമുക്കൊരു 2 മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത ശേഷം അതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തിട്ടുള്ള 2 മുട്ടയാണ്. ഇത് വെച്ചാണ് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗ് തയ്യാറാക്കുന്നത്. അതിനകത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രാമ്പിൾഡ് എഗ്ഗ് തയ്യാറാക്കാം. അല്ലാണ്ട് ഫ്രൈ ആയി എടുക്കേണ്ട ആവശ്യമില്ല. സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് മാറ്റാം. ഇതുകൂടാതെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാബേജ് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയും ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടും അതുപോലെ തന്നെ ഒരു 6 ഗാർലിക്കും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്ത് അതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലാണ് നമുക്കിനി ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കേണ്ടത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടും ചേർക്കാം. സ്പ്രിംഗ് ഒണിയനും അതുപോലെ തന്നെ ഗാർലിക്കും നന്നായൊന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നല്ലൊരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. അങ്ങനെ ഗാർലിക്കൊക്കെ മൂത്തൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. അങ്ങനെ സവാളയും ചേർത്ത ശേഷം ഒന്ന് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ആദ്യം ചേർക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജാണ്. പിന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നമ്മൾ സോയാ സോസും കൂടി ചേർക്കുന്നതാണ്. എന്നിട്ട് നന്നായൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്വീറ്റ് കോണും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം, ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസൊക്കെ ചേർക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ഒന്നും അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണ്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ്. ഇത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ. അങ്ങനെ നമ്മൾ 1.5 ടേബിൾ സ്പൂണാണ് ഗ്രീൻ ചില്ലി സോസ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് സോയാ സോസാണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് സോയാ സോസാണ്.
ഇത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. അങ്ങനെ സോസുകളൊക്കെ ചേർത്ത ശേഷം വെജിറ്റബിൾസായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറും കൂടി ചേർക്കുന്നുണ്ട്. 1/2 തൊട്ടിട്ട് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. അതുപോലെ പകുതി പ്രോൺസും കൂടി ചേർക്കുന്നുണ്ട്. ബാക്കി പകുതി പ്രോൺസ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഇനി ചോറൊന്നും പൊട്ടാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ കറക്റ്റാണോ നോക്കാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർക്കാം. ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ടാണ്. അങ്ങനെ സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ടും ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏറ്റവും മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിലാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ലൊരു ഫ്ലേവർ ഈ ഒരു ഫ്രൈഡ് റൈസിന് കിട്ടുകയുള്ളൂ. അങ്ങനെ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് ഫ്രൈഡ് റൈസൊക്കെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ടാണ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് റൈസാണ് പ്രോൺസ് ഫ്രൈഡ് റൈസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.